ഡീകോഡിൽ അടുത്ത വിഷയത്തിലേക്ക് വരുമ്പോൾ ലബനാനിലും ഗസയിലും വെസ്റ്റ് ബാങ്കിലും ഒരേ സമയം വ്യോമാക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേൽ. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-ന് ശേഷമുള്ള ദിവസങ്ങളിൽ ഗസയിൽ നടത്തിയ വ്യോമാക്രമണങ്ങൾക്ക് സമാനമായ തീവ്രതയിലാണ് ഇപ്പോൾ ലബനാനിൽ ഇസ്രയേൽ ബോംബാക്രമണം തുടരുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറത്തെ കണക്കെടുത്താൽ 37 പേർ കൊല്ലപ്പെടുകയും 151-ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ലബനീസ് ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകളാണ്. അപ്പോൾ ബൈറൂത്തിലെ ഇസ്രയേൽ ആക്രമണം ഹാഷിം സഫീദ്ദീനെ ലക്ഷ്യമിട്ടാണെന്ന് ഇസ്രയേൽ പറയുന്നു. അതായത് ഹസൻ നസ്രുള്ള പിൻഗാമിയായി പ്രഖ്യാപിക്കപ്പെടാൻ സാധ്യതയുള്ള നേതാവാണ് ഹാഷിം സഫീദ്ദീൻ. ഇറാന് എങ്ങനെ തിരിച്ചടി നൽകുമെന്ന കാര്യത്തിൽ ഇസ്രയേലിനുള്ളിൽ ആസൂത്രണം തുടരുകയാണ്. സംയമനം പാലിക്കണമെന്ന പാശ്ചാത്യ നേതാക്കൾ ആവശ്യപ്പെടുമ്പോഴും ഇറാനെതിരായ പ്രതികാരത്തിന് സാധ്യമായ നിരവധി വഴികൾ ഇസ്രയേലിന് മുന്നിലുണ്ട് എന്നുള്ളതാണ് വാസ്തവം. സൈനികമായത് കൂടാതെ സാമ്പത്തികമായും വേണമെങ്കിൽ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചും ഇറാന് മറുപടി കൊടുക്കാൻ ഇസ്രയേലിന് മുന്നിൽ വഴികളുണ്ട്. അമേരിക്കയുടെ നേരിട്ടുള്ള സൈനിക സഹായമില്ലാതെ ഇറാന്റെ ആണവ ശൃംഖലയിൽ ആക്രമണം നടത്തുന്നത് ഇസ്രയേലിന് സാധ്യമാണോ എന്നുള്ള ചോദ്യം വേണമെങ്കിൽ ഉയർത്താം. അങ്ങനെ വലിയ പദ്ധതികൾ ഇപ്പോൾ ഇസ്രയേലിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വിവരം. BK സുഹൈൽ വിവരിക്കും എന്താണ് ഇനി ഇസ്രയേലിന് മുന്നിലുള്ള വഴികൾ, എന്തെല്ലാം സാധ്യതകൾ അവർ തേടിയേക്കുമെന്ന് അദ്ദേഹം വിശദീകരിക്കും. രേഷ്മ, മിസൈൽ ആക്രമണത്തിന് ഇറാൻ എന്ത് തിരിച്ചടി നൽകും എന്നുള്ളതാണ് ഇപ്പോൾ ലോകമാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും എന്തായിരിക്കും നെതന്യാഹുവിൻ്റെ പദ്ധതി എന്നതിനെക്കുറിച്ചുള്ള പലതരത്തിലുള്ള വിശകലനങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം US നടത്തുന്ന സമ്മർദ്ദത്തെക്കുറിച്ചുള്ള വാർത്തകളാണ്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇപ്പോൾ വലിയ തരത്തിൽ ഒരു മേഖലാ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന തരത്തിലുള്ള വലിയ ആക്രമണങ്ങൾ നടത്തരുത്, ഒരു പരിമിതമായ ആക്രമണം ഇപ്പോൾ ഇസ്രായേലിന് നേരെ ഇറാൻ തന്നെ നടത്തിയത് കൂടുതൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് എന്നാണ് ഇറാൻ പറയുന്നത്. ആ തരത്തിലുള്ള ഒരു തിരിച്ചടി മാത്രം നൽകിയാൽ മതി എന്ന് പറയുന്ന ജോ ബൈഡൻ ആ തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നു. അതാണ് ഇപ്പോൾ നെതന്യാഹുവിന് മുമ്പിൽ ഒരു പ്രതിബന്ധമായി നിൽക്കുന്നത് എന്നുള്ള ഒരു പ്രശ്നം ഇപ്പോൾ വാർത്താമാധ്യമങ്ങളിൽ വരുന്നു. അതോടൊപ്പം രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് എക്സ്ട്രീമായിട്ടുള്ള ഒരു തിരിച്ചടിയെക്കുറിച്ചുള്ള വാർത്തകളാണ്. CNN അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് ഇറാനിൽ ഒരു ആണവ ആക്രമണം നടത്തുക, അണ്വായുധം പ്രയോഗിക്കുക എന്നുള്ളതാണ്. അതെങ്ങനെയായിരിക്കും എന്നതിന് പലതരത്തിലുള്ള വിശകലനങ്ങൾ വരുന്നു. ഇറാനിലുള്ള ആണവ കേന്ദ്രങ്ങളെ തകർക്കുക എന്നുള്ളതാണ്. അങ്ങനെ പശ്ചിമേഷ്യക്കാകെ അല്ലെങ്കിൽ ലോകത്തിനാകെ ഭീഷണിയായിട്ടുള്ള ഈ ആണവ പദ്ധതിയെ ഞങ്ങൾ തകർത്തിരിക്കുന്നു എന്ന് പ്രഖ്യാപനം നടത്തി ഇറാനെ ആകെ കുഴപ്പത്തിലാക്കുന്ന ഒരു ആണവായുധ പ്രയോഗം, അതാണ് ഇസ്രായേൽ വിചാരിക്കുന്നത് എന്ന് കരുതുന്ന ആളുകൾ കൂടിയുണ്ട്. പക്ഷേ അതെത്രത്തോളം പ്രായോഗികമാകും? ഈ ആക്രമണത്തിന് ഒക്ടോബർ 7 വരെ ഉള്ള സമയം, അതിനു മുമ്പ് ഈ ഒരു ആക്രമണം ഉണ്ടാകുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചർച്ചയ്ക്ക് വരികയാണ്. മറുഭാഗത്ത് ഇറാനും ഈ ഒരു ആക്രമണത്തെ കരുതിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനായുടെ വളരെ അപൂർവമായിട്ടുള്ള ഒരു പ്രഭാഷണവും പ്രഖ്യാപനവും ഉണ്ടായിരുന്നു. കഴിഞ്ഞ 4 വർഷത്തിന് മുമ്പാണ് ഇതിന് സമാനമായിട്ടുള്ളൊരു പ്രഖ്യാപനം ആയത്തുള്ള അലി ഖാംനായി നടത്തിയിട്ടുള്ളത്. തെഹ്റാനിലെ കുമൈനി ഗ്രാൻഡ് മസ്ജിദിലെ ജുമുഅ പ്രാർത്ഥനയ്ക്കിടയിലായിരുന്നു ഈ ഒരു പ്രഖ്യാപനം നടത്തുന്നത്. ആയിരക്കണക്കിന് ആളുകൾ ഈ പ്രഖ്യാപനം കേൾക്കാൻ വേണ്ടി മാത്രം ഇന്ന് പള്ളിയിലെത്തിയിരുന്നു. ആ പ്രഖ്യാപനം ഇങ്ങനെയായിരുന്നു: അധിനിവേശ ശക്തികൾക്കെതിരെ ഞങ്ങളുടെ പോരാട്ടം തുടരും. ഒക്ടോബർ 7-ന് ഹമാസ് നടത്തിയ ആക്രമണവും ഇപ്പോൾ ഞങ്ങൾ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണവും അതും രണ്ടും നിയമപരമാണ്. ആ ആക്രമണം ഞങ്ങൾ തുടരും. അധിനിവേശ ശക്തികൾക്കെതിരെ, അതോടൊപ്പം തന്നെ സ്വേച്ഛാധിപത്യ രാജ്യത്തിനെതിരെയുള്ള പോരാട്ടം, അതിന് ചെറുത്തുനിൽപ്പ്, അത് നിയമപരമാണ് എന്ന് ഖാംനായി പറയുന്നു. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞത് അറബ് രാജ്യങ്ങളെല്ലാം തന്നെ, മുസ്ലിം രാജ്യങ്ങളെല്ലാവരും തന്നെ ഇറാനൊപ്പം ഇസ്രായേലിനെതിരെയുള്ള പോരാട്ടത്തിന് അണിനിരക്കണം, ഒന്നിച്ചു നിൽക്കണം. അങ്ങനെ ഒന്നിച്ചു നിന്നാൽ തകർക്കാവുന്നൊരു ശക്തി മാത്രമാണ് ഇസ്രായേൽ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ ഈ പ്രഖ്യാപനം ഒരു വലിയ കോൺഫ്ലിക്റ്റിലേക്ക് മിഡിൽ ഈസ്റ്റ് പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയായി ചില ആളുകൾ വ്യാഖ്യാനിക്കുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ വലിയൊരു ആക്രമണത്തെ ഇറാൻ കരുതിയിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ ഇതിനിടയിൽ ഉണ്ടായിട്ട് പോലും ഇറാൻ ഈ രൂപത്തിൽ പ്രതികരിച്ചിരുന്നില്ല. കാരണം ഇസ്മായിൽ ഹനിയയുടെ വധം അത് വളരെ വലിയൊരു തിരിച്ചടിയായിരുന്നു ഇറാനെ സംബന്ധിച്ചിടത്തോളം. ടെഹ്റാനിലാണ് കൊലപാതകം നടന്നത്. അതിനു മുമ്പ് ഇറാൻ്റെ തന്നെ പ്രസിഡന്റ് ഇബ്രാഹിം റയീസി കൊല്ലപ്പെട്ട ഹെലികോപ്റ്റർ അപകടം, അതിന് പിന്നിലും മൊസാദാണ് എന്ന് ഇറാൻ വിചാരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പോൾ അത്രയും വലിയ ആക്രമണങ്ങൾ നടന്നിട്ട് പോലും വലിയൊരു തിരിച്ചടി കൊടുക്കാൻ ഇറാൻ മുതിരുന്നില്ല. സൈനിക കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വളരെ ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു ആക്രമണമായിരുന്നു ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം എന്നാണ് ഇറാൻ തന്നെ പറയുന്നത്. അപ്പോൾ ആ തരത്തിൽ ഇനി തിരിച്ചടിക്കുകയാണെങ്കിൽ
അങ്ങനെ ആയിരിക്കില്ല കാര്യം എന്നുകൂടി ഇറാൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഇസ്രായേൽ ഇനി വൻതോതിൽ ഇറാനിലേക്കൊരു ആക്രമണം നടത്തിയാൽ അതിനുള്ള തിരിച്ചടി ഭയാനകമായിരിക്കും. ഇസ്രായേലിലെ സാധാരണക്കാർക്ക് വരെ പ്രശ്നങ്ങളാവുന്ന തരത്തിലുള്ള വലിയ ആക്രമണത്തിലേക്ക് തങ്ങൾ മുതിരും എന്ന് ഇറാൻ സേന അറിയിക്കുകയാണ്. അപ്പോൾ ഈ ഒക്ടോബർ 7 മുമ്പ് ഒരു ആണവായുധ പ്രയോഗം ഇസ്രായേലിൽ നിന്നുണ്ടാകുമോ, അതല്ല ഈ വലിയ യുദ്ധത്തിലേക്ക് പോകേണ്ടതില്ല എന്ന ഒരു കരുതലിൽ വളരെ പരിമിതമായ ഏതെങ്കിലും ആക്രമണം, അല്ലെങ്കിൽ വീണ്ടും കരുതിക്കൂട്ടിക്കൊണ്ട് മൊസാദിനെ ഉപയോഗപ്പെടുത്തി വളരെ ആസൂത്രിതമായിട്ടുള്ള വേറെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം, നമുക്കറിയാം ഹിസ്ബുള്ളക്കെതിരെ അടക്കം നടത്തിയത് പേജർ വാക്കിയിട്ടാക്കി ആക്രമണം പോലെയുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഇസ്രായേലിലെ സേനയ്ക്ക് നഷ്ടങ്ങളില്ലാത്ത മൊസാദിൻ്റെ ആസൂത്രത്തോടു കൂടി നടക്കുന്ന ആക്രമണങ്ങൾ, അതാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ലോകം കാത്തിരിക്കുന്നത്. ഏതായിരുന്നാലും ഒക്ടോബർ 7 അടുത്ത തിങ്കളാഴ്ചയാണ് അതിൻ്റെ വാർഷികം വരാനിരിക്കുന്നത്. അതിനു മുമ്പ് ഈ ഒരു ടോട്ടൽ വിക്ടറി, അതിൻ്റെ ഒരു പ്രഖ്യാപനം നെതന്യാഹു നടത്തും എന്നുള്ള ഒരു അഭ്യൂഹവും വരുന്നുണ്ട്. അതായത് യുദ്ധലക്ഷ്യങ്ങളായി നെതന്യാഹു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഗസയിൽ അദ്ദേഹത്തിന് നേടാൻ സാധിച്ചിട്ടില്ല. ഒന്ന്, ഹമാസിനെ പൂർണ്ണമായി ഇറാഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ ലക്ഷ്യം. അത് ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. ഹമാസ് ഇപ്പോഴും ഗസയിൽ ശക്തമാണ്. നിരവധി ആക്രമണങ്ങൾ അവിടെ നിന്ന് ഇസ്രായേൽ തന്നെ നേരിടുന്നു. രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ബന്ദികൾ മുഴുവൻ ജീവനോടുകൂടി തിരിച്ചെത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോഴും അതിന് സാധ്യമായിട്ടില്ല. ഹമാസ് അവരുടെ താൽക്കാലിക വെടിനിർത്തൽ സമയത്ത് നൽകിയിട്ടുള്ള ബന്ദികളെയും മാത്രമേ അവർക്ക് തിരിച്ചെത്താൻ സാധിച്ചിട്ടുള്ളൂ. വളരെ വിരലെണ്ണാവുന്ന 1-2 ആളുകൾ മാത്രമാണ് ജീവനോടുകൂടി ഇങ്ങോട്ട് തിരിച്ചെത്തിക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടുള്ളത്. 100ഓളം പേർ ഇപ്പോഴും ഹമാസിൻ്റെ പിടിയിൽ അകപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ 2 ലക്ഷ്യങ്ങളും നേടാൻ ആവാത്തത് കൊണ്ട് തന്നെ നേതാക്കളെ കൊന്നുകൊണ്ട്, അതേപോലെ തന്നെ സാധാരണക്കാരെ കൊലപ്പെടുത്തിക്കൊണ്ട്, വംശഹത്യയിൽ നിരവധി ആളുകളെ കൊലപ്പെടുത്തി ഈ ഒരു യുദ്ധം വിജയിച്ചു എന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ ഗസയിലും അതേപോലെ തന്നെ വെസ്റ്റ് ബാങ്കിലും ലബനാനിലും ഇറാഖിലും ഇറാനിലും സിറിയയിലും വലിയ ഒരു യുദ്ധകാഹളം മുഴക്കുകയും അവിടെ നിരവധി പേരെ കൊന്നൊടുക്കി അതെല്ലാം ഈ യുദ്ധത്തിൻ്റെ വിജയമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നെതന്യാഹു നടത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക.